ഇറാനിൽ എം എസ് എസ് സി ഏരീസിലെ ബന്ദികളാക്കിയ 17 ഇന്ത്യക്കാരുടെ മോചനം ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീറ അബ്ദുല്ലാഹിയുമായി സംസാരിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. വിനീത വേണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ബന്ദികളാക്കിയവരുടെ മോചനം ഉടൻ നടത്തണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇരു വിദേശകാര്യ മന്ത്രികളും തമ്മിലുള്ള ചർച്ച പുരോഗമിച്ചത്? ബിന്നിൽ ഏറെ പ്രതീക്ഷയേകുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഈ കപ്പലിൽ ബന്ദികളാക്കിയവരുടെ മോചനത്തിനായി, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇടപെടുന്നു എന്ന വിവരമാണ് വരുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീറ അബ്ദുല്ലാഹിനിയുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആദ്യം സംസാരിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചു എന്നാണ് എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നയതന്ത്ര തലത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കപ്പലിൽ ബന്ദികളാക്കിയവരുടെ MSC ഏരീസിൽ ബന്ദികളാക്കിയവരുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ത്വരിതഗതിയിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാം. ഒപ്പം പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇരു നേതാക്കളുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചു എന്ന് മനസ്സിലാകുന്നു. ഈ സംഘർഷം ഉണ്ടാകുന്ന പശ്ചാത്തലം, അതായത് ഇറാന്റെ ആക്രമണവും ഇറാൻ ആക്രമണം നടത്തിയതും അവിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെയാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത്. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഇറാൻ റവല്യൂഷണറി ഗാർഡ് സംഘമാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ ഇവരെ ബന്ദികളാക്കിയിരിക്കുന്നതും. 25 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. ഇതിൽ 17 പേരും ഇന്ത്യക്കാരാണ്. 4 മലയാളികളുണ്ടെന്ന ഒരു റിപ്പോർട്ടുമുണ്ട്. അതിൽ ചിലരുടെ പേര് വിവരങ്ങളും ബന്ധുക്കളുടെ പ്രതികരണവും ഒക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ അഭ്യർത്ഥന മാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന് കത്തെഴുതുകയും ത്വരിതഗതിയിൽ ഇടപെടൽ ആവശ്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു മുൻപ് തന്നെ എസ് ജയശങ്കർ ഇത്തരത്തിൽ നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകൾ ശക്തമാക്കിയതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ടെഹ്റാനിലെയും ദില്ലിയിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നാവികസേനയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാന്റെ സമുദ്രാതിർത്തിയിലാണ് ഇപ്പോൾ ഈ കപ്പലുള്ളത്. നാവികസേനയെ അങ്ങോട്ട് അയക്കണമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നുമാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഏറെ പ്രത്യാശയേകുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നു. എസ് ജയശങ്കർ തന്നെ നേരിട്ട് വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിച്ചുകൊണ്ട് ത്വരിതഗതിയിലുള്ള ഒരു നടപടികളിലേക്ക്, നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു.